അറബിക്കടലിന്റെ തീരത്ത് കൊളാബ പ്രദേശത്ത് നിശബ്ദമായി എന്നാൽ അതീവ ഗൗരവത്തോടെ നിൽക്കുന്ന ഈ സ്മാരകം ഒരു കവാടം മാത്രമല്ല, ഇതൊരു കാലഘട്ടത്തിൻ്റെ സാക്ഷി കൂടിയാണ്. 1911 ബ്രിട്ടീഷ് രാജാവ് കിങ് ജോർജ് അഞ്ചാമനും രാജ്ഞി ക്വീൻ മേരിയും ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് അവരെ സ്വീകരിക്കാൻ ഈ സ്മാരകം നിർമ്മിക്കണമെന്ന ആശയം ഉയരുന്നത്. ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം യഥാർത്ഥത്തിൽ പൂർത്തിയായത് 1924 ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ജോർജ് വിക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഏകദേശം 26 മീറ്റർ ഉയരമുണ്ട്. നിർമ്മാണ വസ്തു മഞ്ഞ നിറമുള്ള ബസാൾട്ട് കല്ല്. ഗേറ്റ് ഓഫ് ഇന്ത്യയെ ചരിത്രമോർക്കുന്നത് സ്വാഗത കവാടമായി മാത്രമല്ല, 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ ശേഷം അവസാന ബ്രിട്ടീഷ് സൈനികർ ഇന്ത്യ വിട്ടുപോയത് ഇതേ കവാടത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്ന ഒരു ശക്തമായ പ്രതീകമായി മാറി. ഇന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യ മുംബൈയിലെ ഏറ്റവും തിരക്കേറിയ, ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ്. മുന്നിൽ വിരിഞ്ഞു കിടക്കുന്ന അറബിക്കടൽ, പിന്നിൽ നിലകൊള്ളുന്ന താജ് ഹോട്ടൽ, ബോട്ട് യാത്രകൾ, എലഫന്റ ഗുഹകൾക്കുള്ള ഫെറികൾ, ഇവയെല്ലാം ചേർന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യയെ ഒരു സ്മാരകത്തിൽ നിന്നും ഒരു അനുഭവമായി മാറ്റുന്നു. ഒരിക്കൽ ബ്രിട്ടീഷ് രാജാക്കന്മാർ കടന്നു വന്ന കവാടം ഇന്ന് സാധാരണ ജനങ്ങൾ, വിനോദസഞ്ചാരികൾ, ചരിത്രം തേടിയെത്തുന്ന യുവതലമുറ എല്ലാവരുമായി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ കല്ലിൽ തീർത്ത ഒരു കവാടം മാത്രമല്ല, സമയം കടന്നു പോകുന്ന ഒരു വാതിലാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ അനുയോജ്യമാണ്. കടൽക്കാറ്റും തിരമാല ശബ്ദവും, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി സ്പോട്ട്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന ബോട്ട് യാത്രകൾ, എലഫന്റ ഗുഹകൾ, ഹാർബർ ക്രൂയിസ്, സൺസെറ്റ് ബോട്ട് റൈഡ്, അങ്ങനെ നിരവധി ബോട്ട് യാത്രകൾ. മുംബൈ കടൽ മുഖത്തിന്റെ പൂർണ്ണ സൗന്ദര്യം ഇവിടെ നിന്ന് കാണാം. താജ് ഹോട്ടലാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ തന്നെ നിലകൊള്ളുന്ന ഐക്കോണിക് ലക്ഷറി ഹോട്ടൽ. ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം, ഹൈടെക് കഫേകൾ, റെസ്റ്റോറന്റുകൾ, അങ്ങനെ നിരവധി സവിശേഷതകളുണ്ട്. ഛത്രപതി ശിവാജി മഹാരാജ വാസ്തു സംഗ്രഹാലയ. ഇവിടെ പുരാതന ശില്പങ്ങൾ, ചിത്രകല, ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, ചരിത്ര പ്രേമികൾക്കുള്ള ഇഷ്ടമിടം തന്നെയാണ്. ഇതെല്ലാം ഗേറ്റ് ഓഫ് ഇന്ത്യയെ ചുറ്റിപ്പറ്റി തന്നെയാണ് നിലകൊള്ളുന്നത്. നിരവധി ബ്രിട്ടീഷ് കാലത്തെ കെട്ടിടങ്ങൾ കാണാം. പഴയ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറികൾ, നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ റോഡുകൾ. ഇതെല്ലാം നമുക്ക് തൊട്ടനുഭവിച്ചറിയാവുന്ന വഴിയോര യാത്ര തന്നെയാണ് ഇവിടം പ്രദാനം ചെയ്യുന്നത്. വഴിയിലൂടെ പോകുമ്പോൾ നിരവധി കലാകാരന്മാരെ കാണാം. മറ്റ് കളിപ്പാട്ടങ്ങൾ, ബലൂണുകൾ, അങ്ങനെ നിരവധി ആളുകൾ മുംബൈ തെരുവുകളുടെ മാറ്റുകൂട്ടുന്നു. പിന്നെ വഴിയോര കച്ചവടങ്ങൾ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും സ്ട്രീറ്റ് ഫുഡുകൾ. ഇവരുടെ പ്രത്യേക ഫുഡ് തന്നെയാണ് പാവ് ഭാജി, കുൽഫി, അതുപോലെ തന്നെ വടാപാവ്. അതൊരു പ്രത്യേക ആകർഷണം തന്നെയാണ്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന ബോട്ട് യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യാത്ര പ്രദാനം ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് അലിബാഗ്. പോകുന്ന യാത്ര അതിഗംഭീരം. ഏകദേശം 1.5 മണിക്കൂറുള്ള ഈ ബോട്ട് യാത്രയിൽ നിരവധി പ്രത്യേകതകളുണ്ട്. അങ്ങിങ്ങായി വലിയ കപ്പലുകൾ കാണാൻ കഴിയും. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ കടലിൽ തന്നെ നടക്കുന്നത് കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് പ്രത്യേകതരം പക്ഷികളുടെ സാന്നിധ്യം കാണാൻ കഴിയും. അങ്ങനെ അലിബാഗെത്തി അവിടെ നിന്നും കടൽ തീരങ്ങൾ വളരെ മനോഹരമായി കാണാൻ കഴിയുന്ന കാഴ്ചകൾ തന്നെയാണ്. മറ്റു ചില ബോട്ടുകൾ കൂടിയുണ്ട്. കാറ്റിനനുസരിച്ച് സഞ്ചരിക്കുന്ന ബോട്ട് യാത്ര. പായ്ക്കപ്പലുകൾ